കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടത് നല്ല അടിപൊളി വിശേഷം തന്നെയാണ്. അനാമികയുടെ കർണം തീർത്തൊന്ന് പൊട്ടിക്കുവാണ് നന്ദു. ഒരു നിമിഷം അനാമിക കവളത്ത് കൈ പൊത്തിപ്പോയി. അത്രയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഉരുക്ക് കൈയായിരുന്നു നന്ദുവിന്റെ. കാരണം 3-4 ആൾക്കാർക്ക് ഒറ്റ അടിക്ക് അല്ലെങ്കിൽ അതുപോലെ തീർക്കുന്നതാണ് നന്ദുവിന്റെ സ്വഭാവം. അപ്പൊ ആ നന്ദുവിന്റെ അടുത്താണ് ഇവള് അനാമിക വന്നിരിക്കുന്നത്. വെറുതെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയിട്ടാണ് നന്ദു അടിച്ചവളുടെ കർണം അങ്ങോട്ട് പോയിച്ചു വിടുന്നത്. ആദ്യത്തെ അടി കർമ്മത്ത് പതിഞ്ഞു. പെട്ടെന്ന് അനാമിക കഴിഞ്ഞു. നീ എന്നെ തല്ലിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അടുത്ത അവിടെയും കൂടെ കവളത്തേക്ക് വിടും. പെട്ടെന്ന് കവളും പൊത്തിക്കൂടെ നിലത്തേക്ക് വീഴുവാണ് അനാമിക. അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. ഇത് കണ്ടുകൊണ്ടിരുന്ന ജലജയം ജാനകി ഒരു നിമിഷം ഞെട്ടിപ്പോയി. നായന് പറഞ്ഞു മോളേന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് നന്ദുവിനെ. പെട്ടെന്ന് വന്ന് കയ്യിലേക്കും കൂടി പിടിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദു പറഞ്ഞു വീട് ചേച്ചി ഇനി ഇവളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവളെ എന്തായിട്ട് ചേച്ചിയോട് ചെയ്തതെന്ന് ചോദിക്കാം. പോട്ടെ മോളെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ കുഴപ്പമില്ലെന്ന് പറയണം. ആ വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ ഇവളെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം. പെട്ടെന്ന് അനാമിക എഴുന്നേക്കാൻ തുടങ്ങുവാണ്. പതുക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ജാനകി ജലജാം കൂടെ കൂടി പിടിച്ചെഴുന്നേപ്പിക്കുകയാണ്. ജാനകി എഴുന്നേറ്റോട് പറഞ്ഞു നീ എന്റെ മോളെ തല്ലിയല്ലേന്ന് ചോദിക്കാം. തല്ലിയോ മാത്രല്ല വേണ്ടി വന്നാൽ ഇവളെ കൊല്ലുകയും ചെയ്യും. ഇവളെന്താ കാണിച്ചു കൂട്ടിയതാ? ഇവൾ ആരാന്ന ഇവളുടെ വിചാരം? എന്റെ ചേച്ചിയുടെ നേർക്ക് അവള് കൈ പൊത്തിയിരിക്കുന്നത്. ആ കൈ ഇനി പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ കൈ ഞാൻ വെട്ടിക്കളയെന്ന് പറയാം. അനാമിക കഴിഞ്ഞ് വാടി ഞാൻ കാണിച്ചു തരാന്ന് പറയണം. എനിക്ക് നിനക്കിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആരാന്ന് നീ വിചാരിച്ചോണ്ടിരിക്കണേ? നീ ആരാണെങ്കിലും എനിക്കെന്താടി? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ചേച്ചിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ കൊമ്പനോ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ നന്ദു ആരാ നീയൊക്കെ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാം. ജലജ പറഞ്ഞു പിന്നെ ആരാന്ന് അറിയാൻ പോകും. ഇത് കേട്ടപ്പം നന്ദു ചോദിച്ചു എന്താ വല്ല സംശയം ഉണ്ടോന്ന് ചോദിക്കാം. ജലജ ഒന്ന് പതറി. കാരണം ഇവളുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് അറിയാം. ജാനയ്ക്കും വല്ലാത്ത ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജാനയ്ക്ക് പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരു നാണക്കേട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേനും. ജാനകി പറഞ്ഞു കാണിച്ചു തരുന്നുണ്ട്. ദേ അനാമിക മോളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവിടെ കയറി സുഖമായിട്ട് വാഴാന്നായിരിക്കും ചേട്ടത്തിന്റെ അനിയത്തിയുടെ ഒക്കെ വിചാരം. ചേട്ടത്തി അനിയത്തിക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടല്ലേ ഇവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. പക്ഷെ അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ അങ്ങോട്ട് വാ നിനക്കിട്ടേം വെച്ചിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ എങ്ങാനും ഇവിടെ ഈ മുട്ടേച്ച് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ അന്ന് എന്നെ വെള്ളം പുതപ്പിച്ച് കിടത്തുമെന്ന് പറയണം. അനി പറഞ്ഞു അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയണെന്ന് ചോദിക്കാം. പിന്നെ അല്ലാതെ വിളിച്ചു പറയല്ല ഞാൻ ചെയ്ത് കാണിക്കുക ചെയ്യാൻ പോന്നേ. അനാമിക മോളായിരിക്കും എന്റെ മരുമോള്. ആ സ്ഥാനത്തേക്ക് ഒരുത്തി പോലും കയറി വരാനായിട്ട് പോകുന്നില്ല. അതിനി എത്ര നാള് കഴിഞ്ഞാലും ദേ അവളുടെ കാരണത്തിന് തല്ലിയന് നിന്നോട് ഞാൻ പകരം വീട്ടിരിക്കുന്നു പറയണം. ആ സമയം അനാമിക അങ്ങോട്ട് പോകണം. അപ്പം നന്ദു വിളിച്ചു പറഞ്ഞു പൊക്കോ നീ ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ കണ്ടേക്കല്ലെന്ന് പറയണം. ജലജയ്ക്കാണ് എങ്ങനെയല്ലോ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒരു വെപ്രാളമായിരുന്നു. അങ്ങനെ അവര് 3 പേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ നായന പറഞ്ഞു എന്തിനാ നന്ദു നീ എന്തിനാ തല്ലിയെന്ന് ചോദിക്കാം. പിന്നെ തല്ലാതെ അനി വന്നിട്ട് പറഞ്ഞു അവൾ അർഹിച്ചതാ അവൾക്ക് കിട്ടിയത്. അതിനടുത്ത് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേന്ന് ചോദിക്കണം. ഇല്ല അപ്രതീക്ഷിതമായിട്ടുള്ള വീഴ്ച ആയതുകൊണ്ട് നടു പിടിച്ച് വീണു. ചെറിയ വേദന ഉണ്ടായിരുന്നു. എന്നാലും അവൾ ഇങ്ങനെ ചെയ്തല്ലോ. എടുത്ത് ക്ഷമിക്കും കേട്ടോ എന്ന് പറയണം. വേണ്ട അനി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇങ്ങോട്ട് വരണ്ടാന്ന്. ഇതൊക്കെ കൊണ്ടാ. പക്ഷെ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല എടുത്തി. അവരിങ്ങനെ ഫോളോ ചെയ്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ അവരാരെ എപ്പോഴാ ഫോളോ ചെയ്ത് വരുന്നത് പറയാൻ പറ്റില്ല. നീ നല്ല ഉദ്ദേശത്തോടു കൂട്ടായിരിക്കും വരുന്നേ. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല. അവരുടെ കണ്ണിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനെ ഉപദ്രവിക്കാൻ വരില്ലെന്ന് പറയാം. അനി പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയായിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു ഏട്ടത്തി. ഞാൻ ഏട്ടത്തിയോട് മാപ്പ് പറയാന്ന് പറയാണ്. വേണ്ട അനി ഇനിയിപ്പോ പോയിക്കോ. അറിയാലോ വീട്ടിൽ ചെന്ന് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന് പറയണം. അനി പറഞ്ഞു അത് ഞാൻ തീരുമാനിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാം. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഞാൻ വെറുതെ ഇരിക്കണം എന്നാണ് ഏട്ടത്തി പറയണേ എന്നും ചോദിച്ചോണ്ട് അനി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നന്ദുവിനും വല്ലാത്ത ടെൻഷൻ. ഒന്നാമത്തെ കാര്യം അച്ഛനും അമ്മയില്ല. ഇടത്തേക്ക് വല്ല സംഭവിച്ചെന്നൊരു പേടിയുണ്ടായിരുന്നു. ഇടത്തേക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ ചേച്ചിന്ന് ചോദിക്കാം. കുഴപ്പമൊന്നുമില്ല നന്ദു വാ മുറിയിൽ കൊണ്ടേ കിടത്താന്ന് പറഞ്ഞ് മുറിയിലേക്ക് കൊണ്ടേ കിടത്തുവാണ്. ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടേ പോലും അത് കാര്യമായിട്ട് എടുത്തില്ല. നന്ദുവിനാണ് വല്ലാത്ത ടെൻഷനാ. എന്തെങ്കിലും ചേച്ചിക്ക് സംഭവിക്കും. ഒന്നാമത്തെ കാര്യം സർജറി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് നടുപിടിച്ച് അമ്മാതിരി വീണിരിക്കുന്നത്. അവളങ്ങനെ തള്ളി വിട്ടത്. അവൾക്കിട്ട് 2 കൂടെ കൊടുത്തില്ലോ എന്നൊരു ചിന്ത നന്ദുവിന്റെ മനസ്സിലുണ്ട്. പിന്നീട് നന്ദു പറഞ്ഞു ചേച്ചി കാണാം അല്ലെ അവളെ ഞാൻ അങ്ങോട്ട് വലിച്ചു കീറിയെന്ന് പറയാം. വേണ്ട നന്ദു എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സീന്? സത്യങ്ങളൊക്കെ പുറത്തു വരില്ലെന്ന് ചോദിക്കണം. പിന്നീടാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന മുറിയില് കിടക്കുമായിരുന്നു. നയനയുടെ മുഖം കടപ്പിച്ച് എന്ത് പറ്റും നയന എന്താ കാര്യം ചോദിക്കാണ്. പിന്നീട് നന്ദു കാര്യങ്ങൾ പറയാണ്. നന്ദു പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്ന ആദർശേട്ടാ. ഞാൻ തെറ്റാ ചെയ്തെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. ഇത് കേട്ടത് ആദർശന് വെപ്രാളമായി. വേറെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? നമുക്ക് ഹോസ്പിറ്റൽ വരെ പോയാലെന്ന് ചോദിക്കാം. വേണ്ട ആദർശേട്ടാ
അതിന് മാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നീ അത് പറയും എന്റെ ചങ്കിനകത്തൊരു തീയ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂക്ഷിക്കണമെന്ന്. പെട്ടെന്ന് അതിനോട് അത് അപ്രതീക്ഷിതമായിട്ടുള്ള തള്ളായതുകൊണ്ട് എനിക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അറിയാലോ ആദർശേട്ടാ, എന്നാലും ഞാനിവിടെ വേണ്ടായിരുന്നു. അന്നെങ്കിൽ നന്ദുവിന് പറഞ്ഞ് ഞാനായിരിക്കും അവളുടെ കർണം അടിച്ച് പോയിക്കെന്ന് പറയണം. നന്ദു പറഞ്ഞു, അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല ആദർശേട്ടാ, പക്ഷെ പറ്റിപ്പോയതാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, നീ ചെയ്തതിൽ ഒരു പ്രശ്നമില്ല. 2 കൂടുതൽ കൊടുക്കാൻ വരായിരുന്നു നന്ദു, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവൾക്ക് മഹത്വം അറിയത്തില്ല, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. ആദർശന് വല്ലാത്ത ടെൻഷനാ, എന്തായി തീരും, എങ്ങനെയായി തീരും, ഇനിയിപ്പം നയനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നൊരു പേടി, ഉൾഭയം ഉണ്ട്. ഈ സമയം അനാമികയും ജലജയൊക്കെ വീട്ടിലേക്ക് പോകണം. ജലജ പറഞ്ഞു, അവൾക്ക് എന്ത് ധൈര്യമാന്ന് നോക്കിയേ, കണ്ടോ അനിയെ വീട്ടിൽ പിടിച്ചിരുത്തിയതും പോരാ. എന്നാടാ ചോദിച്ചു കഴിഞ്ഞപ്പോ തന്നെ അവള് പറഞ്ഞു കേട്ടോന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി പറഞ്ഞു, അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അവൾ ആരാന്ന് അവളുടെ വിചാരം. അവളും അവളുടെ ചേർത്തിയും കൂടെ ചേർന്നിട്ട് അവൾക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ടുള്ള പാത ഒരുക്കുവാന്ന് തോന്നേ. ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. അനാമിക പറഞ്ഞു, എനിക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്റെ മര്യാദ കാണിച്ചാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മേ, ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നെ തല്ലുന്ന കണ്ടിട്ട് അനി പോലും പ്രതികരിച്ചില്ല. അനി അവളുടെ ഭക്ഷണം തീർന്ന് നിൽക്കുമല്ലേ ചെയ്തതെന്ന് ചോദിക്കാം. പിന്നെ ഞാന് അവന്റെ ഭാര്യ എന്ന് പറഞ്ഞു നിന്നിട്ട് എന്താ കാര്യം? അവന്റെ മുന്നിലിട്ട് എന്നെ തല്ലി കൊല്ലുന്ന കണ്ടാൽ പോലും ആരും ചോദിക്കാൻ വരത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൻ പോലും ചോദിക്കാനായിട്ട് വരത്തില്ലെന്ന് പറയാം. ജാനകി പറഞ്ഞു, അങ്ങനെയല്ല മോളെ, വേണ്ട അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇതെങ്ങാനും എന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടോ? അയ്യോ മോളെ, ദൈവത്തോട് നീ ഇത് വിളിച്ചു പറയാൻ പോവരുത്. ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാം. വിളിച്ചു പറയാതെ കാര്യമില്ല. അവരെപ്പോഴാണെങ്കിലും കാര്യങ്ങളൊക്കെ അറിയും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്ന് പറയണം. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേനും അവിടെ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കലിപ്പ് മട്ടിൽ അങ്ങോട്ടേക്ക് വരുവാണ് അനാമിക. വന്നു കഴിയുമ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചല്ല, നിങ്ങൾ 3 പേരും കൂടി ഇത് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം. ജലജ പറഞ്ഞു, പോയത് പുറത്തു പോയതാ, പക്ഷെ അതുകൊണ്ട് എന്താ, കാണാൻ പാടില്ലാത്ത പല സംഭവങ്ങൾ കാണുകയും ചെയ്തു. അതിന്റെ പേരില് അനാമിക മോളുടെ കർണത്തിൻ്റെ അടി വീഴുകയും ചെയ്യുന്നു പറയണേ. എന്തൊക്കെയാ നീ പറയണേ? നീ എന്തൊക്കെയാന്ന് ഇപ്പൊ തെളിച്ചു പറഞ്ഞ ജലജയെന്ന് പറയണം. പിന്നീട് അനാമിക മോളുടെ കവള് കണ്ടോന്ന് ചോദിച്ചിട്ട് ജലജയും കൂടി ചെല്ലുവാണ്. ഇതെന്ത് പറ്റി? ഇത് അവളുണ്ടല്ലോ, ആ നന്ദു, അവള് കർണത്തിനിട്ട് അടിച്ചാന്ന് പറയണം. കർണത്തിനടിച്ച് അടിച്ചോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താന്ന് തെളിച്ചു പറയാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് നവ്യയും കൂടെ വരുവാണ്. നവ്യനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, നിന്റെ അനിയത്തി ഉണ്ടല്ലോ, അവള് കൊടുത്ത സമ്മാനം ഇത് ഞാൻ വെറുതെ വിടുമെന്ന് ഓർക്കുന്നുണ്ടോന്ന് ചോദിക്കാം. മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങൾ കാര്യം എന്താന്ന് പറ, നിങ്ങൾ അവളുടെ വീട്ടിൽ പോയെന്ന് ചോദിക്കാം. പോയി? അല്ല, നിങ്ങളോടാണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞേ, അതെന്താ, ഞങ്ങൾക്ക് എന്താ പോയി കൂടാന്ന് ചോദിക്കാം. അനാമിക പറഞ്ഞു, അത് അനി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു മുത്തശ്ശ, അതുകൊണ്ട് പോയതാന്ന് പറയണം. ഓഹോ, അപ്പൊ അനിയെ ഫോളോ ചെയ്ത് പോയതാണെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അതെ, അവനെ ഫോളോ ചെയ്ത് പോയതാന്ന് പറയാം. അനി പോകുന്ന കണ്ടു, എങ്ങോട്ടാന്ന് അറിയണമല്ലോ. അല്ല, അവനെപ്പം നോക്കിയാലും ഇപ്പൊ അങ്ങോട്ട് പോകാനല്ലേ സമയമുള്ളൂ. അവന്റെ കള്ളത്തരം കൈയോടെ ഒന്ന് പിടികൂടാൻ പോയതാന്ന് പറയാം. അതിന് അനാമിമോളുടെ കർണം അടിച്ച് പൊട്ടിച്ചെന്ന് പറയണം ആ നന്ദു എന്ന് പറയുന്നവള്. ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ വെറുതെ അടിക്കുന്നൊരു പെൺകുട്ടിയല്ല അവളെന്ന് പറയാണ്. ജാനകി പറഞ്ഞു, പിന്നെ അവളുടെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ, അവൾ എന്തോ വലിയ ഗുണ്ടയാന്ന് അവളുടെ വിചാരം, ലേഡി ഗുണ്ടയാന്ന്. അവളുടെ ഗുണ്ടായസ് ഞാൻ നിർത്തി കൊടുക്കുന്നുണ്ട്. അവളുടെ വിചാരം ഈ അനന്തപുരിയിലേക്ക് അവൾക്ക് വലതുകാലം വെച്ച് കയറി വരാന്നാ. ഈ ജാനകി ജീവനോടെ ഇരിക്കുമ്പോൾ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കുമാണ് അനി അങ്ങോട്ട് വരുന്നത്. അനിയോട് മുത്തശ്ശൻ ചോദിച്ചു, എന്താടാ മോനെ സംഭവിച്ചതെന്ന് ചോദിക്കണം. അനി പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശ, ഇവള് വാങ്ങിച്ച് കെട്ടിയതാന്ന് പറയണം. ഇവള് ചെയ്ത് വെച്ച് നോക്കുമ്പം ഇവളെ ഇങ്ങനെയല്ല ചെയ്യേണ്ട, കൊല്ലുക ചെയ്യേണ്ടതെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, നീ എന്തൊക്കെയാ മോനെ പറയണെന്ന് ചോദിക്കാം. പിന്നീട് അനി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. ഞാൻ മരുന്ന് മേടിച്ചു കൊടുക്കാൻ പോയതും പിന്നെ ഇതല്ല എല്ലാം കേട്ട് ഞാൻ മുത്തശ്ശൻ പറഞ്ഞു, ഓഹോ, അപ്പൊ അതാണ് കാര്യം. അല്ല, നിങ്ങൾ എന്ത് ഭാവിച്ച ജാനി അങ്ങോട്ട് പോയെന്ന് വെക്കാം. അത് പിന്നെ അച്ഛാ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ, മേലാല് ഇനി ആ വീടിന്റെ പടി നിങ്ങൾ 3 കേട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. പിന്നെ ഈ വീട്ടിൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടായിരിക്കില്ലെന്ന് പറയാം. അത് മാത്രമല്ല, നവ്യയുടെ അടുത്തേക്കില്ല, അനാമയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, നിനക്ക് എന്ത് അധികാരം ഉണ്ടേ അവളെ പിടിച്ച് തള്ളാരെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അനാമിക പെട്ടെന്ന്, അത് പിന്നെ ഞാൻ ദേഷ്യം വന്നാൽ ഇങ്ങനെയാണോ ചെയ്യണ്ടേ? പലപ്പോഴും ഞാൻ അനാമിക്ക് വാണ് തന്നിട്ടുള്ളതാണ്, ഇങ്ങനെയും ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ? ഇത് കേട്ടാ അനാമിക്കാണ് ഇഷ്ടപ്പെട്ടില്ല. അനാമിക പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശൻ ഞാൻ കൂടുതലൊന്നും പറയണ്ട, അറിയാലോ, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീടിന് പുറത്തായിരിക്കും നിന്റെയൊക്കെ സ്ഥാനം. പഴയ പ്രതാപമൊന്നും ഇല്ലെന്ന് ഓർത്തോണ്ട് എന്നെ അടിച്ചൊതുക്കി ഒരു മൂലക്കിലേക്ക് ഇരുത്താന്ന് ആരും കരുതണ്ട. ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നീയൊക്കെ പുറത്താ, നിന്നെയൊന്നും ആരും അകത്തേക്ക് കയറ്റാൻ പോകുന്നില്ല. ഇവള് പിന്നെ ഈ ചെറിയ പ്രായം നോർക്കാം, ജാനയ്ക്കും ജലജിക്കും അതിനുള്ള ബുദ്ധിയും ബോധം ഉണ്ടല്ലോ. അപ്പൊ ആ കൂടെ നിങ്ങൾ ഇറങ്ങും, പറഞ്ഞു കേട്ടല്ലോ. ഇനി ഒരു ചോദ്യം പറച്ചിലും ഉണ്ടാകത്തില്ല. നയനമോളുടെ എന്നല്ല, അവരുടെ വീട്ടുകാരെ കുറിച്ച് എന്തെങ്കിലും പറയുവോ, അവരുടെ ദേഹത്ത് കൈവയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാനോ ഈ പറയുന്ന നിങ്ങളുടെ അമ്മയോ സഹിക്കില്ല എന്ന് പറയാണ്. ഇത് പറഞ്ഞിട്ട് മുത്തശ്ശൻ വാം വസ്തുന്റെ എന്ന് പറഞ്ഞിട്ട് കയറിയും കൊണ്ട് പോവാണ്. ഇത് അപ്രതീക്ഷിതമായിട്ട് നീക്കുമായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
അനാമികയ്ക്ക് ദേഷ്യം വന്നു. പരാതി പറയാൻ വന്ന് നമ്മളെ വേണം ആദ്യം പിടിച്ചിട്ട് തല്ലാനായിട്ട്. കണ്ടില്ലേ, അടിയും മേടിച്ച് കിട്ടി. എന്നിട്ട് ഇപ്പം മുത്തച്ഛന്റെ വക നമുക്ക് ചീത്തയെന്ന് പറയാണ്. അനി പറഞ്ഞു, ഇതല്ല, നിനക്ക് ഇതിൽ കൂടുതൽ തരണ്ട, നീ ഇങ്ങോട്ട് വാ, നിനക്കിട്ടോളം ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ട് മുറിയിലേക്ക് കയറി പോവാ. ജലജ പറഞ്ഞു, ഇപ്പൊ എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ ജാനകി എന്ന് പറയാണ്. ജാനകി പറഞ്ഞു, എല്ലാരും അവളുടെ പക്ഷത്താ, അവള് പറയുന്ന ന്യായം എന്നും പറഞ്ഞോണ്ട് ഇവിടെ എല്ലാരും ഇരിക്കണേന്ന് പറയാം. ഈ സമയം നവ്യ നേരെ അനാമയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പൊ നീ ഇതായിരുന്നില്ലേ, ഇതിന് വേണ്ടിട്ടല്ല നീ ആ പുറകെ പോയെന്നില്ലെന്ന് ചോദിക്കാം. നിനക്ക് നാണം ഉണ്ടോടി? അനി അനിയുടെ പുറകെ അവള് CBI കളിച്ച് പോയിരിക്കുന്നു. സ്വന്തം ഭർത്താവിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ നീ പോകേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുക. അനാമി പറഞ്ഞു, നീ നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്കിയാൽ മതി. എന്റെ ഭർത്താവിന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ വലിയ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അനിയെ പോലെ നല്ലൊരു സ്വഭാവമുള്ള ഒരു ചെറുക്കന അത് നിനക്ക് സ്വപ്നത്തിൽ കിട്ടുമോ? ഇങ്ങനെ എടുത്ത് ചെറുക്കനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവി ഭയങ്കരമായിട്ട് അവളോട് ദേഷ്യപ്പെടുവാണ്. പിന്നീട് അനാമിക്ക് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണം. അപ്പോഴും അനിയുടെ ഇരിപ്പുണ്ടായിരുന്നു. അനിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നീ ഒരു ഭർത്താവുണ്ടാന്ന് ചോദിക്കണം, നിനക്കെന്താ സംശയം ഉണ്ടോന്ന് ചോദിക്കണം. നിന്നെ പോലുള്ള ഒരുത്തിനെ സഹിക്കുന്ന എനിക്ക് വേണ്ട അവാർഡ് കിട്ടാനായിട്ട് അവിടെ വെച്ചായതുകൊണ്ട് എല്ലാവരുടെ മുന്നിട്ട് നിന്റെ കാരണം ഞാൻ തല്ലിപ്പൊളിക്കാത്തെ. പക്ഷെ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ തല്ലുവല്ല കൊല്ലുക തന്നെ എന്ന് പറയാം. ഓഹോ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണ്, നീ ഒന്ന് ചെയ്ത് കാണിച്ചെന്ന് പറയണം. എനിക്ക് ഒരു ധൈര്യക്കുറവില്ലടി, നിന്നെ തല്ലി ഞാൻ നാണം കിട്ടുപോവാ. കാരണം ഒരു തല്ല 2 തല്ല കിട്ടുമ്പം നന്നാവണം. പക്ഷെ അതൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ കൂടുതൽ കളിച്ചിട്ട് നിന്നെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു കൊടുത്തോളൂ. ഭാര്യ എന്നുള്ള സ്ഥാനം നിന്നെ അങ്ങോട്ട് ഒഴിവാക്കി വിടും. നിനക്ക് ഡിവോഴ്സ് തന്നെ നിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പറഞ്ഞു വിടും. പിന്നെ നീ എന്ത് ചെയ്യും? അതെനിക്ക് ആദ്യം അറിയേണ്ടതെന്ന് പറയാം. നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞാലും ഇത്രയും കാലമായിട്ടൊരു ബന്ധമില്ല, ഇനി ഉണ്ടാകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഈ സ്വഭാവമാണെങ്കിൽ അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ലെന്ന് പറയാം. ഇത് കേട്ട് ഇനി പനാമ്പ പറഞ്ഞു, ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്നോണ്ടല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിയും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതാണല്ലോ, എന്നിട്ട് എന്റെ കർണത്ത് അവിടെ അടിച്ചെന്ന് പറഞ്ഞിട്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതല്ലാതെ എന്നോട് ഒരു വാക്ക് പോലും നല്ലത് പറഞ്ഞില്ലോ. പോട്ടെ മോളെ എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ലോ എന്ന് പറയാം. അതെ, എന്റെ നായനാടത്തിന് നന്നായിട്ട് ഈ പറയുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ അറിയാം, നായനാടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിയാം. അതുകൊണ്ടാണ് നായനാടത്തിയോടൊപ്പം അവർ നിൽക്കുന്നത്. പിന്നെ നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയുകയും ചെയ്യാം. അത് കേട്ട് കഴിഞ്ഞപ്പം അനാമയോട്, നീയൊക്കെ എന്തിനാ അവളെ ഇത്ര പൊത്തിപ്പൊഞ്ഞു വെച്ചോണ്ടിരിക്കുന്നത്? അതിന് മാത്രം അവളെന്തും വലിയ മഹാകാര്യം ചെയ്തേ. ഇനിയിപ്പൊ കരള് പാത്ത് കൊടുത്തത് എങ്ങനെ അവളാണോന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനി എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ഒരു ഞെട്ടലോട് നിൽക്കുകയാണ്. ഇനിയിപ്പോ ഇവള് സത്യങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ, അതോ ഇനിയിപ്പോ ഇവള് സംശയത്തിന് പുറത്ത് പറയുന്നതാണോ എന്നൊരു സന്ദേഹത്തോട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.